നമസ്കാരം. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. ഇന്ന് തോൾവേദനയ്ക്ക് കാരണമായിട്ടുള്ള ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്നും ഇതിനെ പറയാറുണ്ട്. നമ്മൾ വേർഡ് ഫ്രോസൺ എന്ന് പറഞ്ഞാൽ മരവിപ്പ് എന്നാണ്. അപ്പോൾ കൈയിൻ്റെ ഈ ഒരു തോൾഭാഗം ഒരു മരവിച്ച പോലുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദന, ഇതിൽ നമുക്ക് ഷോൾഡറിൻ്റെ എല്ലാ ഡയറക്ഷൻസിലേക്കും മൂവ്മെൻറ്റ് റിസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഭയങ്കര പെയിൻഫുൾ ആയിട്ട് കൈ മര്യാദയ്ക്ക് പൊക്കാനോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ആക്കാനോ നമുക്ക് മുടി ചെയ്യാനോ ഒന്നിനും കഴിയാത്ത അവസ്ഥയാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്കറിയാം ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയിലേക്ക് വരുന്ന എല്ല് വരുന്നുണ്ട്, അതായത് ഹ്യൂമറസ് വരുന്നുണ്ട്, അതുപോലെ നെഞ്ഞിൻ്റെ എൽഭാഗം വരുന്നുണ്ട്, അതായത് ക്ലാവിക്കിൾ വരുന്നുണ്ട്, പിന്നെ ബാക്കിലേക്ക് ഉള്ള എല്ല്, ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള എല്ല്, അതിൻ്റെ കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഷോൾഡർ ജോയിന്റിൽ 3 എല്ലുകളുടെ ഈ കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ജോയിൻസിൻ്റെ മുകളിലായിട്ട് ഒരു ആവരണം ഉണ്ട്, അതായത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയും. ഈ ഒരു ക്യാപ്സ്യൂളിന് എന്തെങ്കിലും തരത്തിലുള്ള തിക്കനിങ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തോൾവേദന ഉണ്ടാവുന്നത്. അതായത് തോൾഭാഗത്ത് എല്ലുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന സന്ധിക്ക് മുകളിലുള്ള ക്യാപ്സ്യൂൾ മുറുകി വരികയാണ് ഈ അവസ്ഥയിൽ ഉണ്ടാവുന്നത്. സാധാരണ ഇത് സ്ത്രീകളിൽ ഒരു 40 വയസ്സിന് ശേഷമൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. എന്നാലും ഇന്ന് തോൾവേദന പല ആളുകൾക്കും കാണുന്നുണ്ട്. അതായത് നമ്മൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇത് കോൺസ്റ്റൻ്റ്ലി ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത് ജോലി ചെയ്യുന്ന ആളുകളിൽ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറി വരുന്ന ആളുകൾ, ഇത് കയ്യിൽ എന്തെങ്കിലും മസിൽസിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വരുന്ന ആളുകളിലേക്ക് ഈ തോൾവേദന കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ, അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ തോൾവേദന ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ചില ആളുകൾക്ക് ഒരു കാരണവും ഇല്ലാണ്ട് തന്നെ ഉണ്ടാവാറുണ്ട്, അതായത് ഇഡിയോപ്പതിക് കോസ് എന്ന് നമ്മൾ പറയും. പിന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും ശരീരത്തിൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോൾവേദന കാണാറുണ്ട്. അപ്പം ഡയബറ്റീസ് ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ള ആളുകളിലൊക്കെ ഇങ്ങനെ തോൾവേദന കാണാറുണ്ട്. പിന്നെ ചില വാദങ്ങളുള്ള ആളുകളും തോൾവേദന വരാറുണ്ട്. കുറേ പേരുടെ ഒരു ഡൗട്ടാണ്, ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് വാദമാണോ അതോ ഇതിപ്പോൾ ഫ്രോസൺ ഷോൾഡർ ആണോ, അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് വാദങ്ങളിൽ നമുക്ക് ഈ ഷോൾഡർ ജോയിന്റ് മാത്രമല്ല ബാധിക്കുക, വാദങ്ങളിൽ മറ്റ് പല സന്ധികളിലും വേദന കാണാറുണ്ട്. ഇപ്പോൾ ആമവാദത്തിൽ നമുക്ക് ചെറിയ ജോയിൻസ് ഒക്കെ അഫക്റ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ മറ്റ് പല കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളും അതിൽ കാണാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഷോൾഡർ ജോയിന്റിന്റെ ചുറ്റുമുള്ള മസിൽസിന് എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് തോൾവേദന വരാറുണ്ട്. അതായത് ആ ഭാഗത്ത് വരുന്ന റൊട്ടേറ്റർ കഫ് മസിൽസിനോ അല്ലെങ്കിൽ ബൈസെപ്സിനോ ഈ ഒരു മസിൽസിന്റെ ടെൻഡൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് തോൾവേദന കാണാറുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന്റെ ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് അത് ഇറങ്ങി തോളിലേക്ക് വരാറുണ്ട്, അപ്പോൾ തോൾവേദനയായിട്ട് വരാറുണ്ട്. ഇനി ഇതിന്റെ സ്റ്റേജസ്, അതായത് ഫ്രോസൺ ഷോൾഡർ നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ഒരു 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിന് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രീസിങ് സ്റ്റേജ് ആണ്. ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വളരെ വേദന ഇത് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ടു 3 months ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. അപ്പം അതിൽ ഭയങ്കര വേദനയായിരിക്കും. വേദന മെയിൻലി നൈറ്റ് ആയിരിക്കും കൂടുന്നത്. നമുക്ക് മുടി ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിലേക്കൊന്ന് കൈയാക്കാനോ കൈയിൻ്റെ മുകളിലേക്ക്, കൈയിൻ്റെ എല്ലാ മൂമെൻറ്റ്സിലും റെസ്ട്രിക്ഷൻ വരും. വേദന കാരണം നമുക്ക് തൊടാൻ പറ്റില്ല. അങ്ങനത്തെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജാണ് ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രോസൺ സ്റ്റേജ് ആണ്. ഫ്രോസൺ സ്റ്റേജിൽ എന്താ, നമുക്ക് കൂടുതലായിട്ട് ഈ ചലനശേഷിയായിരിക്കും ബാധിക്കുക. ഇത് ചലനശേഷി കംപ്ലീറ്റ്ലി നമുക്ക് വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും. ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും ആ ഒരു ഭാഗത്ത് ഉണ്ടാവുക, അതായത് തോൾ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തോയിങ് സ്റ്റേജ് ആണ്. ഇതൊരു 2 വർഷം വരെ ഉള്ള ഒരു പീരീഡാണ് തോയിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ വേദനയൊക്കെ കുറച്ച് കുറഞ്ഞ് അതൊരു ബാക്ക് ടു നോർമലിലേക്ക് വരുന്ന ഒരു സ്റ്റേജാണ് തോയിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള വേദനയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശക്തമായിട്ടുള്ള വേദന, നമുക്ക് മൂമെൻറ്റ്സ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, എങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തൊടാനും സമ്മതിക്കില്ല, തൊടുമ്പോഴേക്കും വേദന വരാറുണ്ട് ചില ആളുകൾക്ക്. എല്ലാ വശങ്ങളിലേക്കും വേദന അനുഭവപ്പെടും. പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് ഫ്രോസൺ ഷോൾഡർ മാത്രമായിരിക്കില്ല തോൾവേദനയ്ക്ക് കാരണം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി നമുക്ക് ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള മസിൽസിന് വേദന വരാം. മസിൽസിൻ്റെ ടെൻഡൻസിന് എന്തെങ്കിലും നീർക്കെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് പെയിൻ വരാറുണ്ട്.
അപ്പോൾ ഇത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഉള്ളിലുള്ള കാരണം കൊണ്ടാണോ ഈ വേദന വരുന്നത്, അല്ലെങ്കിൽ മസിൽസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണോ വേദന വരുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ, അതായത് രോഗിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് കാരണം. വേണമെന്നുണ്ടെങ്കിൽ എക്സ്റേ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നുകയാണ് അതിൽ മസിൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, മസിൽസിൻ്റെ ടെൻഡൻസിനാണ് ബാധിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു MRI ചെയ്യിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കാരണം MRI എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും കറക്റ്റ് മസിൽസ് ആണോ ടെൻഡൻസ് ആണോ എവിടെയാണ് പ്രശ്നമുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ആദ്യം തന്നെ വേദനയോട് കൂടിയിട്ട് എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒന്നും അഡ്വൈസ് ചെയ്യാറില്ല. നമ്മൾ വേദന കുറഞ്ഞ അല്ലെങ്കിൽ നീർക്കെട്ടാണെങ്കിൽ നീർക്കെട്ട് കുറഞ്ഞതിന് ശേഷം മെഡിസിൻസിൻ്റെയോടൊപ്പം തന്നെ എക്സസൈസുകൾ അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഹോമിയോപ്പതിയിൽ നിരവധി മെഡിസിൻസ്, അത് നീർക്കെട്ട് കുറയാൻ, വേദന കുറയാനുള്ള മരുന്നുകളുണ്ട്. റെസ്റ്റോക്സ്, ബ്രയോണിയ, ലെഡം, ആർണിക്ക, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. അത് ഓരോ ആളുകളുടെയും ബുദ്ധിമുട്ട്, അതായത് വേദന എങ്ങനെയുള്ള വേദനയാണ്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്നറിഞ്ഞിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്നത്. വാതരോഗങ്ങൾക്ക് അതുപോലെ ഇങ്ങനെയുള്ള ജോയിൻറ്റ് പെയിൻസിനൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ പാർശ്വഫലരഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ഇനി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാതരോഗങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, കോൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക് യു.